UDF, LDF മുന്നണികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്നതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പോരാട്ടമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തമ്മിൽ നടക്കാൻ പോകുന്നത്. നിലവിൽ കേരള നിയമസഭയിൽ ജനപ്രതിനിധികളുള്ളത് 5 കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്കാണ്. എന്നാൽ ഒന്നിലധികം ജനപ്രതിനിധികളുള്ളത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും മാത്രമാണ്. ജോസ് കെ മാണി വിഭാഗത്തിന് 5 MLA-മാരുള്ളപ്പോൾ ജോസഫ് വിഭാഗത്തിന് 2 MLA-മാരാണുള്ളത്. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ജോസ് കെ മാണി വിഭാഗത്തിന് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞപ്പോൾ UDF-ൻ്റെ ഭാഗമായി മത്സരിച്ച ജോസഫ് വിഭാഗം ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ 2021 ശേഷം 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF-ൻ്റെ ഭാഗമായ ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്നതും ജോസ് കെ മാണി വിഭാഗത്തിന് കനത്ത നഷ്ടങ്ങളുണ്ടാകുന്നതും നാം കണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതു കേരള കോൺഗ്രസ് വിഭാഗത്തിനായിരിക്കും ഏറ്റവും അധികം MLA-മാരുണ്ടാകാൻ പോകുന്നത് എന്ന ചോദ്യവും കൗതുകവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഈ ഘട്ടത്തിൽ തന്നെ സജീവമാണ്. ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ കേരളത്തിലെമ്പാടും നിലകൊള്ളുന്ന ഭരണവിരുദ്ധ വികാരം ജോസ് കെ മാണി MLA-മാരുടെ സിറ്റിംഗ് സീറ്റുകളിൽ അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സിറ്റിംഗ് സീറ്റുകളായ 5 സീറ്റുകളിലും അവരുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ സജീവമാണെന്ന വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. എന്നാൽ ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ച് തങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം, സമീപഭാവിയിലെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാനുള്ള ഒരു അവസരമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറും എന്നൊരു വിലയിരുത്തലും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ജോസഫ് വിഭാഗം പറയുന്നതനുസരിച്ച് 2021 ജോസ് കെ മാണി വിഭാഗത്തിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ MLA-മാർ 2026 കേരള നിയമസഭയിൽ തങ്ങൾക്കുണ്ടാകുമെന്നാണ്. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നതും പാർട്ടിയുടെ പരമോന്നത നേതാവ് എന്ന് പറയുന്നതും PJ ജോസഫ് തന്നെയാണ്. എന്നാൽ PJ ജോസഫിൻ്റെ സ്വാഭാവിക പിൻഗാമിയായി UDF-ഉം കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അണികളും ഇപ്പോൾ നോക്കിക്കാണുന്നത് എല്ലാ ഘട്ടത്തിലും PJ ജോസഫിനോട് വിശ്വസ്തത നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വലം കൈയായി നിലനിന്നിട്ടുള്ള നേതാവ് മോൻസ് ജോസഫിനെയാണ്. അതിനാൽ തന്നെ PJ ജോസഫിൻ്റെ ആശീർവാദത്തോടുകൂടി മോൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിലാണ് മധ്യ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ തന്ത്രങ്ങൾ ഉടലെടുക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെയാണെങ്കിലും സീറ്റുകളുടെ എണ്ണത്തേക്കാൾ ഉപരിയായി പരമാവധി ജില്ലകളിൽ നിന്ന് MLA-മാരുണ്ടാക്കുക എന്നൊരു ലക്ഷ്യവും ഈ ഘട്ടത്തിൽ PJ ജോസഫും മോൻസ് ജോസഫും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ നിന്ന് ജനപ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാം എന്ന പ്രതീക്ഷയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് 3 സീറ്റുകൾ അവർ ഇത്തവണ സവിശേഷ ശ്രദ്ധ പതിപ്പിക്കുന്ന സീറ്റുകളാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സീറ്റ്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി സീറ്റ്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സീറ്റ് എന്നിവയാണ് ഈ സീറ്റുകൾ. ഈ 3 സീറ്റുകൾ 3 ജില്ലകളിലായിട്ടാണ് നിലകൊള്ളുന്നതെങ്കിൽ കൂടിയും ഈ 3 സീറ്റുകളും ഏറെക്കുറെ അടുത്തടുത്തിരിക്കുന്ന സീറ്റുകളാണ്, ഏറെക്കുറെ ഒരേ രാഷ്ട്രീയ സ്വഭാവം പ്രകടിപ്പിക്കുന്ന സീറ്റുകളാണ്. ഈ 3 സീറ്റുകളുടെയും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിലവിൽ ഇടതുമുന്നണിയുടെ ജനപ്രതിനിധികളുള്ള സീറ്റുകളാണ്. അതിൽ തന്നെ തിരുവല്ല സീറ്റും കുട്ടനാട് സീറ്റും 2 പതിറ്റാണ്ട് കാലമായി ഇടതുമുന്നണിയുടെ കയ്യിലുള്ള സീറ്റുകളാണ്. ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുമ്പോൾ CF തോമസ് ദീർഘകാലം പ്രതിനിധാനം ചെയ്ത ഈ സീറ്റ് CF-ൻ്റെ മരണത്തിന് ശേഷം നടന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൽ നിന്ന് LDF-ലേക്ക് ചേക്കേറിയ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച ജോബ് മൈക്കിളിലൂടെ ഏറെക്കാലത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിലേക്ക് എത്തിച്ചേർന്ന സീറ്റാണ്. അതിനാൽ തന്നെ ഈ 3 സീറ്റുകളിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ തന്നെ UDF-ൻ്റെ ഭാഗമായി മത്സരിപ്പിക്കണമെന്നും ഏതു വിധേനയും വിജയിപ്പിച്ചെടുക്കണമെന്നുമുള്ള തന്ത്രങ്ങൾക്കാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ രൂപം കൊടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സാമുദായിക സമവാക്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടാണ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിരിക്കുന്നത്. ആദ്യമായി തിരുവല്ലയുടെ കാര്യം പറയുമ്പോൾ മർത്തോമാ സഭയുടെ വോട്ട് ബാങ്കാണ് എല്ലാ കാലഘട്ടത്തിലും ദീർഘനാളായി അവിടെ നിന്ന് വിജയിക്കുന്ന മാത്യു ടി തോമസിന് ഏറ്റവും അനുകൂലമായി പ്രവർത്തിച്ചിട്ടുള്ള ഘടകം. അത്തരത്തിൽ അതേ സമുദായത്തിൽ നിന്ന് തന്നെ വലിയ സ്വാധീനമുള്ള സമുദായത്തിൻ്റെ മുൻ ട്രസ്റ്റിയായിരുന്ന പിതാവും സഹോദരനും സഹോദരി ഭർത്താവും മർത്തോമാ സഭയിലെ വൈദികരായിട്ടുള്ള ജോസഫ് ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റ് വർഗീസ് മാമനെയാണ് അവിടെ അവർ കളത്തിലിറക്കാൻ ആഗ്രഹിക്കുന്നത്. വർഗീസ് മാമൻ സ്ഥാനാർത്ഥിയായാൽ മർത്തോമാ സമുദായത്തിൽ മാത്യു ടി തോമസിനുള്ള ആധിപത്യം നഷ്ടപ്പെടുമെന്നും നിലവിൽ UDF-ൻ്റെ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള ജനാധിപത്യ വോട്ടുകളെ തങ്ങളുടെ ചേരിയിലേക്ക് തിരികെ ആകർഷിക്കുവാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ക്യാമ്പിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്.
ഇനി കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിരുന്ന ഡോക്ടർ കെ.സി. ജോസഫ് ഏറെക്കാലം വിജയിച്ചു വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കുത്തകയാക്കിയിരുന്ന ഒരു സീറ്റായിരുന്നു ഇത്. എന്നാൽ 2006-ൽ DIC-K എന്ന കരുണാകരൻ രൂപം നൽകിയ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിച്ച തോമസ് ചാണ്ടി ഇവിടെ നിന്ന് ആദ്യമായി വിജയിക്കുകയായിരുന്നു. പിന്നീട് 2011-ലും 2016-ലും ഇടതുപക്ഷത്തിനൊപ്പം NCPയുടെ പ്രതിനിധിയായിട്ടാണ് തോമസ് ചാണ്ടി മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തിയതും പിന്നീട് മന്ത്രിയായതും. 2021-ലെ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനായ തോമസ് കെ തോമസും ഈ മണ്ഡലത്തിൽ നിന്ന് ഇടതു പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു. അതിനാൽ തന്നെ ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷത്ത് നിന്നപ്പോൾ തങ്ങൾക്കൊപ്പമായിരുന്ന ഈ മണ്ഡലം ഏതു വിധേനയും UDFൻ്റെ പാളയത്തിൽ എത്തുമ്പോൾ തങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കൃത്യമായ ഒരു സ്ഥാനാർത്ഥി നിർണയം അവിടെ നടത്തുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. മോൻസ് ജോസഫ് കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം കുട്ടനാടുമായി ബന്ധപ്പെട്ട് നടത്തിയതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി ഒരു ധനാഢ്യനാണ് എന്ന് ചൂണ്ടിക്കാട്ടി മോൻസിൻ്റെ പേയ്മെൻറ്റ് സീറ്റാണ് എന്ന ആരോപണം അവിടെ മുന്നോട്ട് വെച്ചുകൊണ്ട് മോൻസിനെ തകർക്കുവാനായും ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതകളെ ഇല്ലാതാക്കുവാനുമായും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും UDFിലെ തന്നെ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. കുട്ടനാട് സീറ്റിൽ എല്ലാ ഘട്ടത്തിലും UDFൻ്റെ വിജയസാധ്യതകൾക്ക് വലിയ രീതിയിൽ മങ്ങലേൽപ്പിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ തോമസ് ചാണ്ടിക്കും തോമസ് കെ തോമസിനും അനുകൂലമായി സ്വീകരിച്ചിട്ടുള്ള ചില നിലപാടുകളാണ്. അതിനാൽ തന്നെ ഇത്തവണ അത്തരമൊരു സംഭവ വികാസത്തെ അവിടെ അറസ്റ്റ് ചെയ്യുവാനായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ സഹായവും ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ തന്നെ തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർശനമായ നിർദ്ദേശങ്ങൾ KPCCയിൽ നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. തോമസ് കെ തോമസിനെ പരാജയപ്പെടുത്തുവാൻ റെജി ചെറിയാൻ എന്ന മുൻ പ്രവാസി വ്യവസായി കൂടിയായ വ്യക്തിത്വത്തെയാണ് ഇത്തവണ ജോസഫ് ഗ്രൂപ്പ് കളത്തിലിറക്കുന്നത്. റെജി ചെറിയാനെ സംബന്ധിച്ച് പറയുമ്പോൾ 2019 മുതൽ കുട്ടനാട്ടിലെ ഒരു മത്സരം ലക്ഷ്യമിട്ടാണോ അല്ലയോ എന്നെനിക്കറിയില്ല, അവിടെ കൃത്യമായ സാമൂഹ്യ സാന്നിധ്യമാകുവാനും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയും ആതുരക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചില ഉറപ്പുകൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് റെജി ചെറിയാൻ ഈ തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ മേൽക്കൈ UDFന് തന്നെയാണ് എന്ന് പോലും നാം പറയേണ്ടി വരും. റെജി ചെറിയാനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ജനങ്ങൾക്ക് പ്രധാനമായും നൽകുന്ന വാഗ്ദാനം എന്ന് പറയുന്നത് താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യത്തെ 6 മാസത്തിനകം ആ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും എന്നുള്ളതാണ്. ഒരു വൻകിട കുടിവെള്ള പദ്ധതിയിലൂടെയല്ല, നേരെ മറിച്ച് ഓരോ പഞ്ചായത്തിലും 2-3 പ്രാദേശികമായിട്ടുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഈ വിഷയത്തെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് റെജി ചെറിയാൻ പറയുമ്പോൾ ജനങ്ങൾ ആ വാഗ്ദാനത്തെ വലിയ രീതിയിൽ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്ന വിലയിരുത്തലുകളും കുട്ടനാടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പ് കുട്ടനാട് സീറ്റും ഉറപ്പിച്ചിരിക്കുകയാണ്. റെജി ചെറിയാനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കളത്തിലിറക്കിയാൽ കുട്ടനാട്ടിൽ വിജയിച്ച് കയറാമെന്ന വിലയിരുത്തലിലേക്ക് ജോസഫ് ഗ്രൂപ്പ് നേതൃത്വം മാത്രമല്ല UDF നേതൃത്വവും ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നു. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ നിർണായകമായ വൈകാരികമായ ഒരു സീറ്റാണ് ചങ്ങനാശ്ശേരി സീറ്റ്. കാരണം കേരള കോൺഗ്രസ് ജോസ് കെ മാണി ജോസഫ് വിഭാഗങ്ങൾ KM മാണിയുടെ മരണത്തിന് ശേഷം പിളർന്നു മാറിയപ്പോൾ എല്ലാ ഘട്ടത്തിലും KM മാണിയുടെ വിശ്വസ്തനായി നിലകൊണ്ടിരുന്ന CF തോമസ് അത്തവണ PJ ജോസഫിനൊപ്പം നിലപാടെടുക്കുകയായിരുന്നു. എന്നാൽ CF തോമസിൻ്റെ മരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ 2021-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം നിലനിർത്തുവാൻ ജോസഫ് ഗ്രൂപ്പിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിന്ന് വിജയിച്ചു കയറിയതും അവർക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയായിട്ടുണ്ട്. ഇവിടെ അവർ ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസ് ചേരിയിൽ നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുകയും ഇടതുമുന്നണിയുടെ കുത്തകയായിരുന്ന തൃക്കൊടിത്താനം ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് അഭിമാനകരമായ വിജയം നേടുകയും ചെയ്തിട്ടുള്ള വിനു ജോബിൻ്റെ പേരിനാണ് ഇവിടെ ജോസഫ് ഗ്രൂപ്പ് പ്രഥമ പരിഗണന നൽകുന്നത്. സഭയുടെ പിന്തുണ ഉറപ്പാക്കുവാനും വിനു ജോബിന് സാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിനു ജോബിനെ പോലെ താരതമ്യേന ചെറുപ്പക്കാരനായ CPMൻ്റെ കോട്ട പൊളിച്ച് ജില്ലാ പഞ്ചായത്തിൽ വിജയം നേടിയ കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പിന്തുണ ആസ്വദിക്കുന്ന ഒരു നേതാവിനെ ചങ്ങനാശ്ശേരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയാൽ ജോബ് മൈക്കിളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ സീറ്റ് തിരികെ പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസമാണ് ജോസഫ് ഗ്രൂപ്പ് കേന്ദ്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്ക് ഉപരിയായി ഒരു സീറ്റും കൂടി ഉറപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾക്കാണ് PJ ജോസഫും മോൻസ് ജോസഫും ചേർന്ന് ഈ ഘട്ടത്തിൽ രൂപം കൊടുക്കുന്നത്. ഇതിനു പുറമെ PJ ജോസഫിൻ്റെ ജില്ലയായ ഇടുക്കി ജില്ലയിലും ഒന്നിലധികം സീറ്റുകൾ നേടാമെന്നും എറണാകുളം ജില്ലയിൽ നിന്ന്
കോതമംഗലം സീറ്റും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇരിങ്ങാലക്കുട സീറ്റിലും വിജയം കൈവരിക്കാമെന്നുമുള്ള ആത്മവിശ്വാസമാണ് ജോസഫ് ഗ്രൂപ്പ് കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. ഏതൊക്കെയാണെങ്കിലും ഈ പദ്ധതികൾ യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ 14 ജില്ലകളിൽ പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ജനപ്രതിനിധികളെ ഉണ്ടാക്കുവാൻ, അങ്ങനെ 6 ജില്ലകളിൽ തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.